ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് നോക്കിയാലോ, അല്ലെങ്കിൽ വിഷു ഒക്കെ വരില്ലേ, അതിന് പറ്റിയൊരു ലുക്കാണ്. ഞാൻ ഓൾറെഡി സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസറും ടോണറും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് എർത്ത് റിതംത്തിൻ്റെ ഒരു ചിക്ക് ആൻഡ് ലിപ്പ് ആൻഡ് ജെക്റ്റിൻ്റെ ആണ് വരുന്നത്. നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആദ്യം നമുക്കൊരു കൂടിയ പോലെ ഫീൽ ചെയ്യും, പക്ഷെ അതൊന്ന് ഓക്സിഡൈസ് ആയി പോകുമ്പോൾ കറക്റ്റാവും. പിന്നെ എൻ്റെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. പിന്നെ കണ്ണെഴുതുന്നുണ്ട്. കണ്ണ് ഞാൻ ഹിമാലയയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ റീസെൻ്റ്ലി ഉള്ളൊരു ട്രെൻഡാണ്. കണ്ണ് നന്നായി എഴുതി കൊടുക്കുക മുകളിലും താഴെ, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്തൊരു ലുക്ക് വരും. അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ അപ്പർ ലിഡിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്മോക്ഡ് ലുക്ക് കിട്ടും. രണ്ട് കണ്ണിലും സെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴത്തെ ലിഡിൽ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് എൻഡിലോട്ടൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വാല് പോലെ വരും. നമ്മൾ വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ആ ബ്രഷിൻ്റെ ആ ഒരു ലൈൻ തന്നെ വന്നിട്ട് നല്ല വാലായിട്ട് വരും. അതുപോലെ തന്നെ ഇന്നർ കോർണറിലും നന്നായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ബ്രഷ് വെച്ചിട്ട് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ വെച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ നെയിൽ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്നും കൂടി ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാനായിട്ടൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് താഴത്തും ഇതുപോലെ തന്നെ സെയിം തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാണ്. എൻ്റെ ഒരു കോമ്പിനേഷൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ടീ സോണിൽ മാത്രം മൂക്കിൻ്റെ രണ്ട് സൈഡിലും കണ്ണിൻ്റെ താഴെയും പിന്നെ ചുണ്ടിൻ്റെ സൈഡിലും താടിയിലും പിന്നെ നെറ്റിയിലുമാണ് ഞാൻ പൗഡർ ഇടുന്നത്. കവിളിൽ ഞാൻ അങ്ങനെ പൗഡർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ഗ്ലോ അങ്ങനെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട്. സ്പൂലി വെച്ചിട്ടൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്. ഐബ്രോ സ്വിസ് ബ്യൂട്ടിയുടെ ആണെന്ന് തോന്നുന്നു, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ മസ്കാരയും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. മസ്കാര നല്ല മസ്കാര കേട്ടോ, ഒരു സിൽവർ കളർ മസ്കാര. നല്ലോണം ലാഷ് നന്നായിട്ട് പോപ്പപ്പ് ചെയ്ത് നിൽക്കും. പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ലിപ്പ് ലൈനറും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിപ്പ് ലൈനറാണ്. നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈൻ ചെയ്താൽ കുറച്ചും കൂടി ഡെഫിനേഷൻ ഉണ്ടാവും. എൻ്റെ ചുണ്ട് കുറച്ച് ചെറുതാണ്, അപ്പോൾ കുറച്ചും കൂടി ഡെഫിനേഷൻ ഉണ്ടാവാൻ ലൈൻ ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ലോറിയലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇതെൻ്റെ ഗോ ടു കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്, സെയിം ഷെയ്ഡ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുടി കെട്ടാണ്. മുടി ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മെടയുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. ട്രഡീഷണൽ ലുക്കല്ല, അപ്പോൾ ഇതല്ലേ ഭംഗി ഉണ്ടാവുക. പിന്നെ കുറച്ച് മുടി ഫ്രണ്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹാരം പോലത്തെ ഒരു മാലയാണ്. പിന്നെ ഒരു ജിമിക്കി. ഇത്രയാണ് ഞാൻ സ്റ്റൈലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ, സിമ്പിൾ ലുക്കാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത് വളയിട്ടിട്ടില്ല എന്ന്. അപ്പം ഞാൻ ഇടതയിൽ വളയിട്ടിട്ടുണ്ട്, വലതയിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പം അതുതന്നെ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ലുക്കാണെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ.